ഉമ്മ എന്ന് പോയിട്ടേട്ടമ്മ. ആ മോനെ നോക്കി ശ്രദ്ധിച്ച് പോയി വായോട്ടാ. പിന്നെ എന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തുമ്മാ, എന്ത് കാര്യം? അതെ, പണി കഴിഞ്ഞ് വരുമ്പോഴേ കുറച്ചരിയും കുറച്ച് പച്ചക്കറി സാധനങ്ങൾ വാങ്ങിട്ട് വന്നാൽ എല്ലാ സാധനവും കഴിഞ്ഞു. ആ അമ്മ, അത് ഞാൻ പണി വരുമ്പോൾ മേടിച്ചോണ്ടിരമ്മ. പിന്നെ മണത്തൊരു കാര്യം പറയാനുണ്ടമ്മ. എന്താ മോനെ പറയേ? വേണ്ട, പിന്നെ പറയാ. ശരി, ഞാൻ തന്നെ മേടിച്ചോണ്ടിരാ അമ്മ. കാര്യം പറയണ്ട. വീടാവോ? എല്ലാ തോന്നുന്നുണ്ട്. ആ മോനെ, ഈ സെമീറിൻ്റെ വീട് എവിടെയെന്ന് അറിയോ? ഈ ഭാഗത്താന്ന് പറഞ്ഞു. ഈ വീടാണോ ഇനി അപ്പുറത്തെ വീടാണാവോ? അറിയോ? ഷമീറാ? ഏത് ഷമീർ? ഇവിടെ 2-3 ഷമീറുണ്ടേ. അവര് തറവാട്ട് പേരെങ്ങനെ അറിയോ? വീട്ടും പേരെന്തോ ഒരു ഓർമ്മയുണ്ട്. പള്ളത്തുനിന്നാ? പണിക്കം വീടല്ല, പള്ളത്തുനിന്ന് എന്തോ ഒരു പേരാണ്. ആ ഷമീർ അല്ലേ? പള്ളത്തെ ഷമീർ. അത് ഈ 3 വീട് അപ്പുറമാണ് നിൽക്കുക. ആ 3ാമത്തെ വീടാണ് കേട്ടാ. ആ 3 വീട് അപ്പുറം അല്ലേ? അപ്പോൾ ശരിയായി കൊടുക്കണം. 1, 2, 3ാമത്തെ വീട് ഇതാ പറഞ്ഞു. അപ്പോൾ ഇതന്നെയാവും. കോണി വലിയ കാണാനില്ലല്ലോ. മേലെ കയറണം അല്ലേ? ആരായി കോളിംഗ് ബില്ലടിക്കുന്നു? നോക്കട്ടെ. മനസ്സിലായില്ല, നിങ്ങളാരാ? ഷമീറിൻ്റെ വീടല്ലേ ഇത്? അതെ. ഷമീർ ഉണ്ടോ അവിടെ? ഷമീർ പണിക്ക് പോയിക്കുക. എന്തേ ഷമീറിനെ ചോദിക്കുന്നു? ഷമീറിൻ്റെ വീടൊക്കെ ഇതാണ്. നിങ്ങളാരാ? അതെ, നിങ്ങൾക്ക് എന്നെ അറിയില്ല. ഞാനും നിങ്ങളെ അറിയില്ല. നിങ്ങൾ കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്നത്. ഷമീർ ഉണ്ടല്ലോ, നിങ്ങളുടെ മോൻ തന്നെയല്ലേ? അവൻ്റെ കയ്യിലിരിക്കുന്നത് ശരിയല്ല. എൻ്റെ മോളുടെ പിന്നാലെ നടക്കണം. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവനും ഇവിടെ വരെ നേരിട്ട് കണ്ട് സംസാരിക്കണോ എന്നുള്ള കണക്കുകൂടി വന്നത്. അവന് പോവുകയാണെങ്കിൽ പഠിക്കുവാണെങ്കിൽ ഏതെങ്കിലും ഊട്ടി കൂടെ പോകാൻ പറയും. എൻ്റെ മോളുടെ പിന്നാലെ എന്തെങ്കിലും കണക്കാക്കണം. അതെ, അവൻ പണിക്ക് പോകാണ്ടിരിക്കുക എന്ത് ചെയ്തോട്ടെ. എൻ്റെ മോളുടെ ബാക്കിൽ കൂടെ നടക്കാൻ അവൻ ആർക്കും അധികാരം കൊടുത്തത്? അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും നിങ്ങളുടെ മോനോട്. അതെ, എൻ്റെ മോനക്ക് മനസ്സിലാക്കി നല്ല ബുദ്ധിയും ബോധത്തോടെ തന്നെയാണ് നമ്മൾ എത്തിക്കണം. ഉപ്പല്ലാത്ത മോനാണ് എൻ്റെ മോൻ, ആകെ ഒരു മോനാണ്. എൻ്റെ മോനെ നല്ല രീതിയിലാണ് വളർത്തിക്കുന്നത്. കുടുംബത്തെ പട്ടിണിയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിഞ്ഞാണ് വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മോനൊന്നും നിങ്ങളെ മോളുടെ പിന്നാലെ പോകില്ല. നിങ്ങളെ മോള് വേണമെങ്കിൽ എൻ്റെ മോൻ്റെ ബാക്കിൽ ഉണ്ടാവും. നിങ്ങളെ മോളെ പോയിട്ട് ഫസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ചെറുപ്പം മക്കളല്ലേ, അല്ലാണ്ട് അങ്ങനെ നിങ്ങൾ വിചാരിക്കണ പോലെയുള്ള കുട്ടീനെ ഞാൻ പറ്റിയിട്ടില്ല. എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഫുൾ ഗ്യാരണ്ടി. എൻ്റെ മോനെ കുറിച്ചിട്ട് എനിക്കറിയും. ഒരു പെൺകുട്ടികളുടെ മുഖം തലനൂർത്തിയാവും നോക്കില്ല. ഇന്നേ വരെ ഒരാൾ പറഞ്ഞിട്ടുമില്ല. പെങ്ങളാണ് ആദ്യമായിട്ട് ഇത് കയറി വരുന്നത്. നിങ്ങളിപ്പോൾ വീട് കയറി വന്ന് ഈ കാര്യം പറഞ്ഞത് കൊണ്ട് ഞാൻ എൻ്റെ മോൻ പറ്റേതാന്ന് ചോദിക്കാം. നിങ്ങളെ മോളോടും പോയി ചോദിക്കാം. അതെ, നിങ്ങളെ പുന്നാര വാക്ക് കേൾക്കാനും നിങ്ങൾ നല്ല മോനാണെന്നൊക്കെ പറയാൻ കേൾക്കാൻ വേണ്ടി ഞാൻ വന്നതല്ല. നിങ്ങളുടെ മോൻ ചെയ്ത് ശരിയല്ല. വേറെ വല്ലവരാണെങ്കിലേ ഇപ്പം കേസും കൂട്ടായിട്ടുണ്ടാവും 2 കൊടുത്തിട്ട്. മനസ്സിലായ? ഇത് ഞാൻ അതിനൊന്നും നിൽക്കില്ല. വീട്ടിൽ വന്ന് മര്യാദയ്ക്ക് ഞാൻ പറയണം. ഇനി എൻ്റെ അടുത്ത് അധികം നിങ്ങൾ വർത്തമാനം പറഞ്ഞാലേ പിന്നെ ഞാൻ നിങ്ങളുടെ മോനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ കയ്യോ കാലോ തല്ലി കൊടുത്ത് ഹോസ്പിറ്റലിലാക്കും. അപ്പം നിങ്ങൾക്കൊന്നും അറിയാലോ എന്നെപ്പറ്റി എന്താണെന്നുള്ളത്. അതേ, നിങ്ങളുടെ മോന് നല്ല ശീലത്തിൽ വളർത്തണം, നല്ല ശീലത്തിൽ വളർത്തുക. വലിയ പുളിയും കൊമ്പിലൊന്നും പിടിക്കാൻ വേണ്ടി നിങ്ങൾ നടക്കണ്ട. അത് നടക്കില്ല, ഞാൻ അനുവദിക്കില്ലത്. മനസ്സിലായില്ലേ? എപ്പോഴെപ്പോൾ നോക്കിയാലും അവൻ കണ്ണും കൈ കാണിക്കാൻ ടെറസിന് മോള് നിൽക്കുകയാണെങ്കിൽ റോഡിൽ കൂടെ അങ്ങോട്ട് പോവുക, കൈ കാണിക്കുക, കാര്യം ഇതൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്. റോഡിൽ കൂടെ പോകുമ്പോഴും അതേപോലെ കാണിക്കുക. ഇതൊന്നും ശരിയല്ല. ഇതേ ഒരു പ്രാവശ്യം ഞാൻ പറയുള്ളൂ, ഇനി ഞാൻ പറയാൻ വരില്ല കേട്ടാ. പറഞ്ഞില്ല എന്ന് വേണ്ട. എൻ്റെ റബ്ബേ, ഞാൻ എന്തൊക്കെ എനിക്ക് നിങ്ങളെൻ്റെ മോനെ പറ്റി പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോയി. എല്ലാ അമ്മമാർക്കും തോന്നുന്നതെന്ന് എനിക്കും തോന്നിയിട്ടുള്ളൂ. ഇക്ക ഒന്ന് ക്ഷമിക്കുക. എൻ്റെ മോൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമോശം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ആകെ കൊണ്ട് നയിച്ചുകൊണ്ട് തരുന്ന ഒരു കുട്ടിയാണ്. നിങ്ങൾ കയ്യോ കാലോ തല്ലിയോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എൻ്റെ മോനെ പറ്റി അങ്ങനെ ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കാം. നിങ്ങൾ എൻ്റെ മോനെ ഒന്നും ചെയ്യല്ലേ. അവനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്ന് വരട്ടെ പണിക്ക്. ഇനി നിങ്ങളെ മോളുടെ പിന്നാലെയും നിങ്ങളെ മോളുടെ ബാക്കിലൊന്നും അവനൊരിക്കലും വരില്ല. നിങ്ങൾക്കും ഞങ്ങൾക്കും എങ്ങനെയൊക്കെ ഒരിക്കലും ആകില്ല. കുഞ്ഞു മക്കളല്ലേ, അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ടാണ്
അല്ലാണ്ട് നിങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തരാൻ എങ്ങനെ ആലോചിച്ചാലും അത് നടക്കൂല. നനവൻ വരട്ടെ പറയാ, ഒക്കെ പൊക്കോളെ, വിഷമിക്കേണ്ട. എൻ്റെ മോനെ അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ഇതാകല്ലേ, അവനെ പറഞ്ഞ് നമ്മൾ മാറ്റാം. നിങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയണത്. ഇനി മേലൊക്കെ എൻ്റെ മോളുടെ പിന്നാലെ വന്നു എന്ന് പറഞ്ഞാൽ ഇതല്ലായിരിക്കില്ല, ഇതിന് മേലെ നടക്കും സംഭവങ്ങൾ, അത് നിങ്ങൾക്ക് അറിയും. പക്ഷെ നിങ്ങളുടെ മോനും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മോനോടെ നിങ്ങൾ ഉരുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ടു നിങ്ങൾ ഉരുക്കം, മോനെ ഭയങ്കര ഇഷ്ടമാണ്, ഒക്കെ ഓക്കേന്ന്, തള്ളാർക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെ മോളെ വളർത്തിയിട്ടുള്ളതേ സ്നേഹത്തോടെ, ഉമ്മില്ലാത്ത മോളായാലും നല്ല സ്നേഹത്തോടെ വളർത്തുന്ന മോളാണ്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കേട്ടോ. പോവാ. അവനെങ്ങനെ ചെയ്തില്ല, കുറച്ച് അവൻ്റെ തൊള്ളയിലുള്ളതൊക്കെ കേൾക്കേണ്ട വന്നു. സാധനങ്ങളൊക്കെ മേടിച്ച് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എവിടെയാണ് ഉമ്മ?